അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജസീനയെ തിരിഞ്ഞ് ഉസ്താദുമാരതാ ആ കോളനിയിലേക്ക് കടക്കുന്നു. അവിടെയുള്ളവരെല്ലാം ആകാംക്ഷയോടെ അവരെ നോക്കുന്നുണ്ട്. ഏതാണ് രാജേഷിൻ്റെ വീട്? അത് കണ്ടുപിടിക്കുകയാണ് ലക്ഷ്യം. ഷെഫീഖ് ഉസ്താദിൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകളാണ്. എന്നാലും ആ പെണ്ണ് ഈ കോളനിയിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അവൾക്ക് തീരെ ആലോചിക്കാനുള്ള വേണ്ട, അതൊന്നും പറയണ്ട ഇനി. സക്കീർ ഉസ്താദ് ചോദിക്കുന്നു, എന്താണ് നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല സാരല്ല, അതൊക്കെ എന്തൊക്കെ തന്നെയായാലും അവൾ നിന്നോട് സ്വപ്നത്തിൽ വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഒരു പക്ഷേ അവളുടെ വിഷമം കൊണ്ടായിരിക്കാം നിന്നോടിതെല്ലാം പറഞ്ഞത്. അപ്പോൾ കണ്ടുപിടിക്കന്നെ, അല്ലാതെ രക്ഷയില്ല. ഷെഫീഖ് ഉസ്താദിനോട് അവളോടുള്ള മുഹബത്ത് ഒട്ടും കുറഞ്ഞിട്ടില്ല. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വേദനയുണ്ട്. എന്നാലും എൻ്റെ ജസീന, നീ പോയല്ലോ എന്നെ വിട്ട്. അത്രക്കും ഞാൻ നിന്നെ സ്നേഹിച്ചു. അതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു. അതിൽ അവൻ്റെ ഫ്രണ്ട് സക്കീർ പറഞ്ഞു, എന്താ ഷെഫീഖ് ഇത്? പഴയ കാര്യങ്ങളൊന്നും ഇങ്ങനെ ആലോചിക്കണ്ട, നമുക്ക് വേറെ നോക്കാലോ. എന്തൊക്കെ തന്നെയായാലും നിന്നോട് ആ കുട്ടി പറഞ്ഞ സ്ഥിതിക്ക് നിൻ്റെ നിർബന്ധത്തിന് വേണ്ടിയിട്ടാണ് ഞാനിതുവരെ വരുന്നത്. അതിലേതാ ഒരു കൊച്ചു മോൻ നടന്നു പോകുന്നു. മോനെ. ആ എന്താ? അത് ഈ രാജേഷ് എന്ന് പറഞ്ഞ ആളുടെ വീട് നിങ്ങളുടെ ഈ കോളനിയിലുണ്ടെന്ന് കേട്ട്. അത് എവിടെയാണെന്ന് പറഞ്ഞു തരുമോ? ഈ 2 വീടിൻ്റെ അപ്പുറത്തുണ്ട് ഒരു വീട്, അവിടെയാണ്. ആണല്ലേ? അവർ രണ്ടും കൽപ്പിച്ചുകൊണ്ട് അതാ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതൊന്നും അവർക്ക് ഊഹിക്കാനേ കഴിയുന്നില്ല. അവർ പറഞ്ഞ ആ ഒരു സ്ഥലത്തെത്തിയപ്പോൾ 2 കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുട്ടികളോട് ചോദിച്ചു, ഈ രാജേഷ് എന്ന് പറഞ്ഞേ അത് ഞങ്ങളെ മാമനാണ്, വീട് ദാ അതുതന്നെയാണ് എന്ന് പറഞ്ഞു. ഓഹ്, അങ്ങോട്ട് പോകുന്ന ഒരിക്കലും ശരിയല്ല, മക്കളോടൊന്ന് ചോദിച്ചു നോക്കാം. മക്കളെ, അവരവിടെ ഉണ്ടോ? ഇല്ല, മാമന് പുറത്തു പോയിരിക്കുകയാണ്, അവിടെ അമ്മമ്മയുണ്ട്. ആ, ഒന്ന് പോയി നോക്കാം. അങ്ങനെ അതാ ആ 2 ഉസ്താദുമാരും നേരെ അവരുടെ വീടിനടുത്തേക്ക് ചെല്ലുന്നു. ആ കുട്ടികൾ ഓടിക്കൊണ്ട് പറഞ്ഞു, അമ്മമ്മ, അവിടെ 2 ആളുകൾ വന്നിട്ടുണ്ട്. ആരാണാവോ? എൻ്റെ ദൈവേ, ഇനിയിപ്പോൾ എനിക്കൊന്നും അറിയുന്നില്ല. അവർ വേഗം ഉമ്മറത്തേക്ക് വന്നു. ആ, ആരാണ്? ഞങ്ങൾ കുറച്ചപ്പുറത്തു നിന്നാണ്. അത് ജസീന എന്ന് പേരുള്ളൊരു പെൺകുട്ടിയെ ഇങ്ങോട്ട് അത് കേട്ടപ്പോൾ ആ അമ്മ ഒന്ന് ഞെട്ടിപ്പോയി. നിങ്ങൾ ആരാണ് അവളുടെ? ഞങ്ങൾ അത് അവളുടെ പിതാവിൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ ആണോ? എൻ്റെ ദൈവേ, നിങ്ങൾ ഈ സമയത്ത് വന്നത് നന്നായി. കുറച്ച് മുമ്പാണെങ്കിൽ എൻ്റെ മകനുണ്ടായിരുന്നു ഇവിടെ. പിന്നെ അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ട്. അവൾ വേറെ എങ്ങോ എവിടെയാണ്. അവളിപ്പോൾ ഇവിടെ നിൽക്കുന്നില്ല. അവൾ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അവളെ ഞാൻ കൊണ്ടാക്കി കൊടുത്തു, ആ കവല വരെ. പിന്നെ നിങ്ങൾ വീട്ടിലേക്ക് അവൾ എത്തിയിട്ടില്ലേ? എന്തൊക്കെയാണ് ഞാനീ കേൾക്കുന്നത്? അവൾ ഗർഭിണിയാണ് എന്നുള്ള കാര്യം ഒരു നിമിഷം പറയട്ടെ എന്ന് ആ അമ്മ വിചാരിച്ചു. എങ്കിലും പിന്നീട് അത് മറച്ചു വെക്കുകയായിരുന്നു. ഒരു പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, അതല്ലെങ്കിൽ തൽക്കാലം പറയണ്ട. അവരോട് പറഞ്ഞു, അത് മോളെ അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, വീട്ടിലേക്ക് പോയിക്കോ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അവൾ വീട്ടിലേക്ക് എത്തിയിട്ടില്ലേ? ആ അമ്മ ആകെ സങ്കടപ്പെട്ടു. ഇല്ല. പിന്നെ നിങ്ങൾ രാജേഷ് ഇങ്ങെത്തുന്നതിന് മുമ്പ് വേഗം പോയിക്കോളൂ. കാരണം അവന് ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. ഞാനായിട്ടാണ് അവളെ പറഞ്ഞയച്ചത്. അപ്പോൾ അവർ നല്ല ജീവിതം ഇല്ല, കുറച്ച് ദിവസം കുഴപ്പമില്ലായിരുന്നു. പിന്നീട് ടൂറ് പോയി വന്നപ്പോൾ അവനും അവളും ഭയങ്കര പ്രശ്നത്തിൽ. അപ്പോൾ പിന്നെ ഒരു നിമിഷം അതാ ഷെഫീഖ് ഉസ്താദ് എന്തൊക്കെയോ ചിന്തിച്ചു പോയി. റബ്ബേ, ആ പെണ്ണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ചതിയിൽ പെട്ടുപോയത്? മക്കളെ, നിങ്ങൾ പോയിക്കോളൂ, തൽക്കാലം അവളെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ എന്നെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട് എൻ്റെ മകന്, അവളെ കാണാനില്ലാത്തതിൽ. ഇനിയും വൈകുന്നേരം വന്ന് എന്നെ ഒരുപാട് ഉപദ്രവിക്കും. മക്കളെ, സഹിച്ച് ഞാൻ മടുത്തതാണ്. മക്കളെ, നിങ്ങൾ പോയിക്കോളൂ. നിങ്ങളൊരിക്കലും ഇവിടെ നിൽക്കേണ്ട, നിങ്ങൾ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു പോയിക്കോളൂ. ഞാനും എൻ്റെ മോളും മക്കളും ഇവിടെ ആകെ പ്രയാസത്തിലാണ്, അവളെ കാണാനില്ലാത്തത് മുതൽ. ആ അമ്മയുടെ ആ വാക്ക് കേട്ട് അതാ ഉസ്താദുമാർ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഷെഫീഖേ, എടാ നീ കേട്ടില്ലേ? ഞാൻ കേട്ടു.
ആ പെണ്ണ് എവിടേക്കാണാവോ പോയത്? എൻ്റെ റബ്ബേ, വെറുതെ അല്ല പഠിച്ച് എനിക്ക് സ്വപ്നം കാണിച്ചു തന്നത്, എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഷെഫീഖ്, നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? അവൾ അവൻ്റെ കൂടെ പോയി, അവൻ്റെ കൂടെ ജീവിച്ച പെണ്ണാണ്. ഇനി നിൻ്റെ പ്ലാനിങ് എന്താണ് ഒന്ന് പറയോ? എടാ, അതൊന്നും ഇപ്പോൾ ആലോചിക്കണ്ട. എൻ്റെ പ്ലാനിങ്ങും എൻ്റെ ജീവിതമൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, രക്ഷിച്ച് അവളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. അന്നു മുതൽ ആ ഉസ്താദുമാർ അവളെ അന്വേഷിച്ചിറങ്ങുകയാണ്. ഒരുവിധം സ്ഥലങ്ങളിലും വീടുകളിലുമെല്ലാം അവളെ അന്വേഷിച്ചു. പെട്ടെന്നാണ് ഷെഫീഖ് ഉസ്താദിന് ഉമ്മ പറഞ്ഞത് ഓർമ്മ വന്നത്. മോനെ, അവിടെ നമ്മൾ അയൽവാസിൻ്റെ വീട്ടിലേ ഒരു നല്ല മനോഹരമായൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി എങ്ങനെയെന്നാവോ അവിടെ എത്തിപ്പെട്ടത്? അവർ എങ്ങനെ എന്തൊക്കെ തന്നെ ആയാലും അവിടെ ഉണ്ട് പെൺകുട്ടി. ഷെഫീഖിൻ്റെ മനസ്സിൽ അപ്പോഴാണ് അത് ഓർമ്മ വന്നത്. റബ്ബേ, അത് തന്നെയായിരിക്കും. അന്ന് വ്യാഴാഴ്ച ദിവസം പള്ളിയിൽ സാധാരണയായി നിൽക്കുന്ന സ്ഥലത്തു നിന്ന് വന്നാൽ ബാങ്ക് കൊടുക്കലൊക്കെ ഷെഫീഖ് ഉസ്താദിൻ്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവറിന് വേണ്ടി ബാങ്ക് കൊടുക്കുന്നു. അന്നും ആ കുടിലിൽ ഇരുന്നു കൊണ്ട് അതാ ജസീന ആ ഒരു ബാങ്കുലി കേൾക്കുന്നു. അവളുടെ ചെവിയിലേക്ക് ആ ഒരു ശബ്ദം അതാ ഇടിച്ചു കയറുന്നു. എവിടേക്കോ കേട്ട് പരിചയമുള്ള ആ ഒരു ശബ്ദം, മനോഹരമായ ശബ്ദം. അത് കേട്ട് അവൾ ശരിക്കും അത് കാതോർക്കുകയാണ്. ബാങ്ക് കഴിഞ്ഞ് ദുആ ചെയ്ത ശേഷം അവൾ അവിടുത്തെ ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ, എന്താ മോളെ? ഉമ്മ, ഇവിടെ പള്ളിയിൽ ആരാണ് ബാങ്ക് കൊടുക്കുന്നത്? അതോ, നമ്മളെ അയൽവാസി കുട്ടി ഉണ്ടല്ലോ, ഓന് വ്യാഴാഴ്ച ആയാൽ പിന്നെ ഓനും മദ്രസയിൽ നിന്ന് ഇങ്ങോട്ട് വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ ഓന് വ്യാഴം വെള്ളി പിന്നെ ജുമാൻ്റെ സമയമാകുമ്പോഴത്തേനും അങ്ങോട്ട് പോകും. വെള്ളിയാഴ്ച സുബഹിക്കും ഒക്കെ ഓൻ തന്നെയാണ്. നല്ല മോനാണ് എല്ലാം കൊണ്ടും. ആ ഉമ്മാക്ക് ആകെ ഒരു മോനേ ഉള്ളൂ. ബാപ്പയില്ല, ബാപ്പ മരിച്ചിരിക്കണ്. പിന്നെ നല്ല സ്വഭാവവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മോനാണത്. ഉമ്മ, ആ ഒരു ശബ്ദം കേട്ടിട്ട് എനിക്ക് നല്ല പരിചയമുള്ള പോലെ തോന്നുന്നു. ആണോ മോൾക്ക് പരിചയം? അതെങ്ങനെ? ഉമ്മ, ഞങ്ങളെ നാട്ടിൽ പള്ളിയിൽ ബാങ്ക് കൊടുത്തിരുന്നത് ഉസ്താദ് ആണെന്ന് തോന്നുന്നു. അത് ആയിരിക്കും മോൻ. കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, ചെറിയ ചെക്കനാണ്. എന്നാലോ നല്ല മോനുമാണ്. കല്യാണമൊക്കെ നോക്കാൻ വേണ്ടി ഓൻ്റെ ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഓനെ എന്നോട് കൂട്ടാക്കണില്ല. എന്താ അറിയില്ല. ഓന് നാട്ടിലേതൊരു പെണ്ണിനായിട്ട് ഓൻ ജോലി ചെയ്യണ നാട്ടിൽ തന്നെ ഏതൊരു പെണ്ണിനെ ഇഷ്ടമായിരുന്നു എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഉമ്മ കുഴപ്പമില്ല. ഉമ്മ പറഞ്ഞു ആയിക്കോട്ടെ, മക്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാനാണ് നല്ലത്, അല്ലാതെ വേറൊന്നുമല്ലല്ലോ, അത് തന്നെ ആയിരിക്കും നല്ലത് എന്ന് വിചാരിച്ചു. അന്ന് ഓൻ്റെ ഉമ്മ നമ്മളോട് വന്ന് പറഞ്ഞിരുന്നു, താത്ത, എൻ്റെ കുട്ടിക്ക് ഓൻ പഠിപ്പിക്കുന്നിടത്തുനിന്നൊരു കുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കുട്ടീനെ ഇഷ്ടമായിട്ട് കല്യാണത്തിന് അങ്ങനെ അവൻ വന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മോളെ അത് നടത്തി കൊടുത്ത ആളാണ്. കാരണം നല്ല സ്ഥലത്ത് നിന്ന് നല്ല കിട്ടി നല്ല സോലിഹായ പെൺകുട്ടികളായിരിക്കും. അത് വെറുതെ കളയണ്ട. പിന്നെ ഓൻ്റെ മനസ്സിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിക്കണമെങ്കിൽ അത് നീട്ടി വെക്കും വേണ്ട, അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അവൾ എന്നോടൊക്കെ കാര്യങ്ങൾ വന്ന് പറയും. അപ്പോൾ ഞാൻ മൂപ്പരോട് ഇവരോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആയിക്കോട്ടെ, ഹയറാണെങ്കിൽ അത് നടത്തി കൊടുക്കില്ല നല്ലത്, നമ്മളിങ്ങനെ നീട്ടി വെച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നല്ലത് നമുക്ക് കണ്ടു കിട്ടിയാൽ വേണ്ട ചെയ്ത് കൊടുക്കുകയാണ് നല്ലത്, അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞു. ആ ഉമ്മയുടെ വാക്കുകൾ കേട്ട് അതാ ജസീന ഞെട്ടിത്തരിക്കുകയാണ്. റബ്ബേ, പാവം, ആ ഉസ്താദ് പറഞ്ഞ ആ ഒരു പെണ്ണ് അതെന്നെക്കുറിച്ചായിരിക്കുമോ? അത് തന്നെ ആയിരിക്കും. അവൾ ഒരു നിമിഷം കരഞ്ഞു പോയി. എന്താ മോളെ കരയുന്നത്? അല്ലമ്മ, എനിക്ക് ഒന്നുമില്ല, ഞാൻ എന്തൊക്കെയോ. പക്ഷേ പെട്ടെന്നവൾ തൻ്റെ വയറ് തൊട്ട് നോക്കി. അതാ രാജേഷിൻ്റെ കുഞ്ഞെൻ്റെ വയറ്റിലുണ്ട്. എനിക്കെല്ലാം നഷ്ടപ്പെട്ടതാണ്. ഒരിക്കലും എനിക്ക് റബ്ബേ പഠിച്ചോ കാക്കട്ടെ. അവൾക്ക് പെട്ടെന്ന് തന്നെ എന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. അവൾക്ക് ഛർദ്ദിക്കാൻ വരുന്നത് പോലെ. എന്താ മോളെ, എന്ത് പറ്റി? ആ ഉമ്മ പുറഞ്ഞു കൊടുക്കുന്നു. മോളെ, നല്ല ചൂടുള്ള ഭക്ഷണമാണല്ലോ മോൾക്ക് ഞാൻ തന്നിട്ടുള്ളത്, കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ഉമ്മ അവളുടെ പുറത്ത് തടവി കൊടുക്കുന്നു. പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക് എന്ത് പറ്റിയാവോ? റബ്ബേ, മോളെ, എന്താ മോളെ, എന്ത് പറ്റി? അവൾ ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും ആ പാവപ്പെട്ട ഉമ്മയോട് എന്തു പറയാൻ? ആ ഉമ്മ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ്
അവൾക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടത്. അവൾക്ക് സങ്കടവും ടെൻഷനും കൊണ്ട് അവളാകെ വിഷമിച്ചു പോയി. അവൾ പൊട്ടിക്കരഞ്ഞ്, മോൾ എന്തിനാ കരയുന്നത്? കാര്യം പറ മോളെ. മോൾക്ക് വീട്ടുകാരെ കാണണോ? ഞാൻ എങ്ങനെയെങ്കിലും കണ്ടെത്തിയിട്ട് നമുക്ക് പോലീസിനൊക്കെ പറഞ്ഞാൽ എളുപ്പത്തിൽ കണ്ടെത്താനാവും. പക്ഷെ മോൾ സമ്മതിക്കായിട്ടല്ലേ? വേണ്ട, എനിക്ക്. അവൾ വീണ്ടും സങ്കടപ്പെടുകയാണ്. മോളെ കരയല്ലേ. ഞാൻ മോളോട് എന്തൊരു കഥ പറഞ്ഞിരിക്കുകയായിരുന്നല്ലോ. എന്നിട്ട് ആ കുട്ടിയുടെ കല്യാണത്തിൻ്റെ കാര്യം വന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവന് അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ഉമ്മ പറഞ്ഞു നമുക്കൊന്ന് കാണാൻ പോയിട്ട് വരാം എന്നൊക്കെ ഉമ്മ പറഞ്ഞപ്പോഴും ഈ കുട്ടി അതിന് കൂട്ടാക്കണില്ല. ഉമ്മ, അത് പിന്നെ നോക്കാം. അതെന്താ മോനെ നീ അങ്ങനെ പറയുന്നത്? എന്താ അവൾ വേറെ കെട്ടിച്ചു പോയോ എന്നൊക്കെ ഉമ്മ പലവട്ടം ചോദിച്ചിട്ടും അവന് ഒന്നും പറയുന്നില്ല. അവനാകെ ടെൻഷനിലാണ്. അതിനുശേഷം അവൾക്കും ഭയങ്കര ടെൻഷൻ. അവൾ എന്നോട് പറയും, എനിക്ക് ആകെ ഒരു തരിയേ ഉള്ളൂ, ആ ഒരു കുട്ടിനെ നല്ല രീതിയിൽ നോക്കാഞ്ഞാലിപ്പോൾ എങ്ങനെ പറ്റുമോ? ഓൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാനതിലൊന്നും മിണ്ടാത്തത്. പഠിച്ചോനെ, പഠിച്ച റബ്ബ് കാക്കട്ടെ. കാരണം ആൺകുട്ടികളായാലും എന്തൊക്കെ തന്നെയാലും പെൺകുട്ടികളായാലും ഓൾക്കൊരു ടെൻഷനും മൂഡ് ഓഫും വരുമ്പോൾ നമുക്കൊരു പേടിയാണേ. തൻ്റെ പ്രിയപ്പെട്ട മോനെ ഇങ്ങനെയൊരു സങ്കടം അതുണ്ടായപ്പോൾ അവൾ എന്നോട് ഒരുപാട് കരഞ്ഞു പറഞ്ഞു, താത്താ എൻ്റെ കുട്ടിക്കൊന്നും ഇല്ല ഞാൻ മതിയായിരുന്നു, കല്യാണത്തിനും സമ്മതിക്കണില്ല, ഒന്നിനും സമ്മതിക്കണില്ല. ഓൻ അത്രയ്ക്ക് വിഷമമുണ്ട് മനസ്സിൻ്റെ ഉള്ളിക്ക്. പഠിച്ച റബ്ബ് കാക്കട്ടെ. എനിക്ക് ആകെപ്പാടുള്ളത് ഓനാണ്. ഓനെന്തേലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരാണ്? ഒന്നും സാരമില്ലടി. എൻ്റെ കുട്ടിയെന്ന് വെച്ചാൽ ദീന് പഠിച്ച കുട്ടിയല്ലേ, ഓനൊന്നിലും പെടൂല. ഓൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഒന്നും ചെയ്യൂല. ഈമുള്ള കുട്ടിയാണ്. ഓൻ നോക്കിയും കണ്ട് എല്ലാം ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ വിഷമിക്കണ്ട. ഈ എൻ്റെ കുട്ടീനെ എൽമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് കാര്യമായിരിക്കും. ഒരിക്കലും നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെ തന്നെയായാലും ഓനെ ഒന്നിലും പെടൂല. നീ വിഷമിക്കല്ലേ മോളെ. താത്ത, എൻ്റെ കുട്ടി എന്തെന്നറിയില്ല, മറ്റൊരു കല്യാണത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അവന് ഉമ്മ പിന്നാക്കാന്ന് പറയാണ്. എനിക്കാണെങ്കിൽ ആകെ ബേജാറാകണ് എൻ്റെ പൊന്നാറ് താത്ത. അങ്ങനെയൊക്കെയാണ്. എടി ഇജ്ജ് വിഷമിക്കണ്ട. എൻ്റെ കുട്ടി ഒന്നിലും പെടില്ല. എൻ്റെ കുട്ടിക്ക് ഹയറായൊരു പെൺകുട്ടിയെ പഠിച്ചോൻ തരും. ഒന്നിലും വിഷമിക്കണ്ട. എന്താ ഇനി പറ്റിയത് അവനൊരു വിഷമമുണ്ട്, ഒരു ആലോചനയാണ്, ഭയങ്കര സങ്കടമാണ്. രാത്രി ഓൻ പറഞ്ഞേക്കാ ശരിക്കും ഉറങ്ങാൻ കഴിയണില്ല ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താന്നാവും എൻ്റെ കുട്ടിക്ക്. പക്ഷേ ഓൻ എന്താണെന്ന് സംഭവിച്ചതെന്ന് എന്നോട് താത്ത ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. ആ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ജസീന ശരിക്കും കരഞ്ഞു പോയി. പാവം ഷെഫീഖ് ഉസ്താദ് എത്രമാത്രം എന്നെ സ്നേഹിച്ചതായിരുന്നു. ഒരിക്കൽ ഞാൻ മറ്റൊരുത്തനെ കണ്ടപ്പോൾ, ഒരു ഫ്രീക്കനായ ഒരുത്തനെ കണ്ടപ്പോൾ അവനെ അങ്ങ് മറന്നു. ഒരിക്കലും അവനോട് ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ ഞാനായിട്ട് അങ്ങനെ ചെയ്തു. ഞാനായിട്ട് അനുഭവിച്ചു. രാജേഷിൻ്റെ കൈകൾ കൊണ്ട് കിട്ടിയ തല്ലുകൾ ഒന്നുമല്ല എനിക്ക് തന്നത്. അത് അല്ലാ എൻ്റെ വയറ്റിലുള്ളത് അത് എനിക്കറിയുന്നില്ല. ഒരു പക്ഷേ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നാലും എനിക്ക് താങ്ങായി തണലായി എൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകുമല്ലോ എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് മാത്രമാണ് റബ്ബേ ഞാനിതിനു വേണ്ടി ഒരുങ്ങുന്നത്. എനിക്കെൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലാനാവില്ല. രാജേഷ് പലതവണ ചവിട്ട് കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയത് റബ്ബേ നീ കാക്കണേ. അവൾ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. ഷെഫീഖ് ഉസ്താദിനോട് ചെയ്ത ആ ഒരു ചതി അത് അവളുടെ മനസ്സിൽ വല്ലാതെ നീറി പുകഞ്ഞുകൊണ്ടിരുന്നു. ഞാനൊരു ചതിയെത്തിയാണ്, വഞ്ചകിയാണ്. നല്ലൊരു സ്വാലിഹായ ചെക്കനുണ്ടായിട്ടും അവനെയൊക്കെ ഇട്ടെറിഞ്ഞ് ഞാൻ ഏതൊരു കൂതിരയുടെ കൂടെ ഒളിച്ചോടി അമ്പലത്തിൽ പോയി താലി കെട്ടി. അവസാനിതാ എന്നെ മറ്റു പലതിനും വേണ്ടി നിർബന്ധിക്കുന്നു. അതിനിടയ്ക്ക് ഞാൻ ഇതാ ഗർഭിണിയുമായി. എൻ്റെ റബ്ബേ ഞാൻ എന്താ ചെയ്യുക? ജസീന കരഞ്ഞുകൊണ്ട് പഠിച്ചവനോട് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.